ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെ റാത്തായിട്ട് പോകുന്നില്ലേ? നല്ല ചൂടല്ലേ? ചൂട് മാത്രമല്ല, ക്ഷീണം ആകെ എന്താ പറയണ്ടേ, കുഴപ്പമില്ലല്ലേ? നല്ല റാത്തായിട്ട് പോകുന്നില്ലേ? ഇതുവരെ നല്ല റാത്തായിട്ട് പോയിട്ടുണ്ട്. നോമ്പ് 12 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത്. ഷെഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ്, നോമ്പിൻ്റെ ക്ഷീണം അങ്ങനെ വീഡിയോ മടിയിട്ട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ എടുത്ത് വെക്കും പക്ഷേ പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ വേണ്ടി നല്ല മടി വരുന്നു, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ ബസ് ഇറങ്ങിയത് ഷോപ്പിനകത്ത് കുറച്ച് ദൂരെയാണ്, നടക്കാനുണ്ട്. അപ്പോൾ നല്ല പോകുന്ന സമയത്ത് ഒട്ടും തന്നെ വെയിലൊന്നും ഉണ്ടായിട്ടില്ല. ടൗണിലെത്തിയിട്ട് നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാണ്. അപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ ഒരു സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട്. ഇനി മേലിലിടുന്നൊരു കവർ ഉണ്ടാവില്ലേ ഫോണിൻ്റെ, അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റാൻ വേണ്ടി മൊബൈൽ ഷോപ്പിൽ കയറി. അപ്പോൾ അത് മാറ്റി. അപ്പോൾ അവിടെ ഊതും അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് സെൻഡ് ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഫാമിലി ഷോപ്പിലെത്തി. ടൗണിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് അതിനും തിരക്കാണ് ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ 4ാമത്തെ നിലയിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങണ്ടേ, കൂടെ ക്ഷീണം പിടിക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിഫ്റ്റിൽ കയറാം, കുറച്ച് കാത്തു നല്ല സാരമില്ലെന്ന് വിചാരിച്ചിട്ട് ലിഫ്റ്റിൽ കയറി. അപ്പോൾ നമ്മളിതാ 4ാമത്തെ നിലയിലെത്തി ഷോപ്പിലെ. അപ്പോൾ അവിടെ എനിക്ക് പറ്റിയത് മോക്ക് പറ്റിയൊരു ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം കണ്ടപാട് തന്നെ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്ന ഡ്രസ്സല്ല, വേറെ ഡ്രസ്സാണ്. പക്ഷേ ഇത് അളവ് നോക്കണ്ടേ, നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ തിരക്കാന്ന്. ഇട്ട് നോക്കണ്ടേ, അല്ലെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ടൈറ്റോ ലൂസോ എന്നൊന്നും നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷോപ്പിലേക്ക് കൊടുക്കാൻ പോകണം, വല്ല ബുദ്ധിമുട്ടാണ് അത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കാത്തു നിന്നു. അപ്പോൾ ഡ്രസ്സെല്ലാം ഇട്ട് നോക്കി. ഇപ്പോൾ എനിക്കും മോക്കും എടുത്തത് നമ്മളിപ്പോൾ തുണി മടിക്കുന്ന പോലെയല്ല, റെഡിമെയ്ഡ് മടിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ടാവും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ മോക്കും അങ്ങനെ തന്നെ കുറച്ച് ലൂസാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൈസ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അവിടെ നിന്ന് തന്നെ അടിച്ചു തരികയും ചെയ്യും. നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ ഒക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ പിന്നെ ചുരിദാറിൻ്റെ അളവ് അനുസരിച്ചിട്ട് അവർ വീതി ഓർക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നമ്മൾ അളവെടുത്തു, ചുരിദാറിൻ്റെ നീളം വീതി ഒക്കെ കുറച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു തന്നു. അതുകൊണ്ട് സമാധാനമായി. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വേറെ ഷോപ്പിലേക്ക് കൊടുത്തിട്ട് അത് വീതി ചുരുക്കാനും അത് കുറേ ദിവസം അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സാധനം കൂടി മേടിക്കാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ ടൗണിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഒന്നും മേടിക്കാൻ പറ്റില്ല. നല്ല എന്താ പറയണ്ടേ, ചൂടും അതുമാത്രമല്ല ക്ഷീണവും ഒക്കെ ഉണ്ട്. ഇനി കുറേ നേരം നമ്മൾ ആ ഷോപ്പിൽ കയറിയാൽ തന്നെ എന്താ പറയണ്ടേ, നമുക്ക് മനസ്സിലാവില്ല ടൈം പോകുന്നത്. അവിടെ തന്നെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനും. പക്ഷേ നമ്മൾ പോയ പാടന്നെ ഡ്രസ്സെല്ലാം കിട്ടിയത് കൊണ്ട് അത്ര സമയം കളഞ്ഞിട്ടില്ല. നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. കുറച്ച് ഫാൻസി സാധനമൊക്കെ മേടിക്കാനുണ്ട്. ഇനി മോള് പറഞ്ഞു അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ പറഞ്ഞിട്ടെന്താ, പറ്റുന്നില്ല, കഴിയുന്നില്ല, ഒട്ടും തന്നെ കഴിയുന്നില്ല, ക്ഷീണം പിടിച്ചു. അപ്പോൾ ബസ്സിന് വേണ്ടി കുറച്ച് സമയം അവിടെ കാത്തു നിന്നു. അതിനുശേഷം പിന്നെ ബസ് വന്നു, അതിൽ കയറി. പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയിട്ടോ കുളിച്ച് ഫ്രഷായി. പിന്നെ ഓരോരോ പണീൻ്റെ മുകളിൽ കയറി നിസ്കാരം കഴിഞ്ഞു. പിന്നെ അലക്കിയിട്ടൊന്നുമില്ല. രാവിലെ 10 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ മോൾ പറഞ്ഞു ഉമ്മ കഴിയുന്നില്ല, വിശക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ തീരെ വയ്യ നടന്നിട്ട്. പോൾ പോയിട്ട് കിടന്നു. അപ്പോൾ ഞാൻ അലക്കാനൊക്കെ കൊണ്ടുവിട്ടു. അതിന് ശേഷം പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ കയറി. പിന്നെ ഓരോ പണീൻ്റെ മുകളിലായി. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. പിന്നെ ഈ പഴംപൊരി എണ്ണക്കടി അങ്ങനെ ഞാൻ ഇതുവരെ നോമ്പിന് ഉണ്ടാക്കിയിട്ടില്ല. എണ്ണക്കടി കുട്ടികൾക്ക് ഇഷ്ടമല്ല, രണ്ടാളും കഴിക്കില്ല. നിർബന്ധിച്ചിട്ട് കഴിച്ചാലും പറയും എണ്ണക്കടി വേണ്ടുമ്മ, നോമ്പ് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സുക്കേട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ല. അപ്പം ഇന്ന് ഞാൻ എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഓരോ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കില്ല. ചപ്പാത്തി പിന്നെ അധികം ഉണ്ടാക്കാൻ ഈ ആവിയിൽ വേവിപ്പിക്കുന്ന ഭക്ഷണം ഞാൻ അധികം ഉണ്ടാക്കാം. അതിന് എണ്ണ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് ബോണ്ടയും കട്ട്ലേറ്റും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചിക്കനൊക്കെ നേരത്തെ ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ടേനി. പിന്നെ മസാല റെഡിയാക്കണം കട്ട്ലേറ്റിന് വേണ്ടിയിട്ട്. നോമ്പായാലേ ഈ ചിക്കൻ തന്നെ മേടിക്കാറ്. മക്കൾക്ക് പിന്നെ ചിക്കനേ വേണ്ടുള്ളൂ, മീനും അങ്ങനെയൊന്നും കഴിക്കില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനും ചോറും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ മീനൊന്നും കിട്ടുന്നില്ല. നമ്മളെ വീട്ടിലെ മുറ്റത്തോട്ടൊന്നും മീൻ പോകാറുമില്ല. പിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയേ വരുള്ളൂ. ആ ടൈം നമ്മൾക്ക് മീനൊക്കെ തീർന്നു പോകും. എപ്പോഴെങ്കിലും കൊണ്ടുവന്നാലായി. നോമ്പായിട്ടായി 2 പ്രാവശ്യമായിട്ടേ മീൻ മേടിച്ചിട്ടുള്ളൂ, പിന്നെ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴും ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇതേ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ മുട്ട ഫ്രൈ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ വടകര നാട്ടിൽ സ്പെഷ്യലാണ് കേട്ടോ മുട്ട ഫ്രൈ. നോമ്പ് 30 ദിവസം മുട്ട ഫ്രൈ ഉണ്ടാവും, അത് സ്പെഷ്യലാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ മുട്ട പൊരിച്ചത് ആർക്കും ഉണ്ടാക്കാനും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക പറയുക ഒന്ന് മുട്ട പൊരിച്ച് തരുമെന്ന്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടുന്ന് പൊരിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാറുമുണ്ട്. നല്ല ഇഷ്ടമാണ് മുട്ട പൊരിച്ചതൊക്കെ.
അപ്പോൾ കട്ട്ലറ്റ് മസാല ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് മോൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അരിയത്ത് വന്നിട്ട് ഉമ്മ എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഓൻ ക്യാമറയിൽ വരാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ മാർക്ക് കിട്ടും, അതൊന്നും കിട്ടില്ല ഉമ്മ പ്രതീക്ഷിക്കൊന്നും വേണ്ട, ഭയങ്കര ടഫാണ് പരീക്ഷയൊക്കെ 10ാം ക്ലാസ്സിൽ. പിന്നെ ഉണ്ടാവും, പക്ഷെ ഒന്നും പറയാനും പറ്റൂല. നമ്മൾ എഴുതിയ പോലെയല്ലേ നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ ഓനിക്കിങ്ങനെ 6 A+ കിട്ടും, 5 A+ കിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒന്നും പറ്റില്ല, എനിക്ക് എല്ലാത്തിലും A+ വേണമെന്ന് പറയും. ഉമ്മാക്ക് പറയുന്ന പോലെ ഒന്നുമല്ല, നല്ല ടഫാണ് പഠിക്കാൻ. സോഷ്യലായാലും ഓരോ പരീക്ഷ കഴിയുന്നതനുസരിച്ച് ഞാൻ ചോദിക്കും, മോനെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പരീക്ഷൻ്റെ, ഭയങ്കര ടഫുണ്ട് ഉമ്മ, പഠിക്കുന്ന അങ്ങനെ എല്ലാം അങ്ങനെ വരണം എന്നില്ലല്ലോ. പിന്നെ എഴുതാൻ ഒട്ടും സമയം ഉണ്ടാവില്ല ചില സമയത്ത്. എനിക്ക് മലയാളം ഭയങ്കര ടഫാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ അവൻ ആദ്യം പഠിച്ചൊക്കെ, അപ്പോൾ പിന്നെ മലയാളം അങ്ങനെ എനിക്ക് അറിയില്ല, എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാന്ന് പറയുന്നേക്കാം. അതിനെല്ലാം ഉമ്മ ഇത്ര മാർക്ക് കിട്ടും എന്നൊക്കെ പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ കട്ട്ലേറ്റിൻ്റെ മസാല റെഡിയാക്കിയതിന് ശേഷം തന്നെ ഞാൻ ഈ ബോണ്ടൻ്റെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ട്ലേറ്റ് മസാല ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒരു ഷേപ്പിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൊരിച്ചിട്ട് എടുക്കാമല്ലോ. ഓരോ കാര്യങ്ങളും പെട്ടെന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ടൗണിൽ നിന്ന് വന്നാൽ തന്നെ 2 മണി ആയിട്ടുണ്ട് ഇനി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ് അലക്കി അങ്ങനെ ഓരോ പണി കഴിയുമ്പോഴത്തേക്ക് തന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം ഇരിക്കണം എന്ന് വിചാരിച്ചു, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുക എന്ന് വെച്ചാൽ നോമ്പറക്കുന്ന സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിൽ കയറില്ല. ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ കയറില്ല, ഒരൊറ്റ വീകലാണ്. നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞാൽ പിന്നെ വീണ് കിടക്കും, അത്രയും ക്ഷീണം പിടിക്കും. ഭക്ഷണമെല്ലാം നമുക്ക് വെള്ളം കുടിച്ചിട്ട് വേറെ ഇറക്കില്ല, ഭക്ഷണം അങ്ങനെ കഴിക്കലുണ്ടാവില്ല. ഇങ്ങനെ പറയും, വിചാരിക്കും അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്ന് മക്കൾ പറയും, പക്ഷെ കഴിക്കലുണ്ടാവില്ല, ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കട്ട്ലറ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതേലും ബോണ്ടേ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ബോണ്ട പൊരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഭാഗത്തുനിന്ന് ബോണ്ട പൊരിക്കുന്നുണ്ട്, പിന്നെ ഒരു ഭാഗത്തുനിന്ന് മുട്ട ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 4 മണി അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് വേണം ഇനി അസർ നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മോള് ജ്യൂസൊക്കെ മോളാണ് റെഡിയാക്കി എടുക്കാനേ. ജ്യൂസ് എന്ന് വെച്ചാൽ ഇന്ന് വത്തക്കവെള്ളം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വത്തക്കവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നോമ്പ് ഉപവാസം ഈ വത്തക്കവെള്ളം ഉണ്ടാകും വീട്ടിൽ. പിന്നെ അതിനപ്പുറം തന്നെ വേറെയും ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ, പക്ഷെ ഇന്ന് ഉണ്ടാക്കുന്നില്ല, ഇന്നോട്ടും കഴിയുന്നില്ല, ക്ഷീണം പിടിച്ചു, ടൗണിലെല്ലാം പോയി വന്നതല്ലേ. അപ്പോൾ ബോണ്ട ഉണ്ടാക്കി, പിന്നെ ഇതാ കട്ട്ലേറ്റ് ബാക്കിയുള്ളത് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ചോറുണ്ടാക്കുക രാത്രി, പിന്നെ ചിക്കൻ പൊരിക്കുക, എന്താ പറയണ്ടേ, ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. എല്ലാം പണിയെല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട്, ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ പുറത്തുണ്ട്, നല്ല മഴക്കാറും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം എന്നല്ല വിചാരിച്ച് വേഗം ക്ലീനൊക്കെ ചെയ്തു. പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിന് കേട്ടോ. ഇത് 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോസാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 12-ാം തീയതി ഇട്ടിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വായിൽ വെള്ളം പറ്റില്ല നോമ്പാണെങ്കിൽ ഭയങ്കര ക്ഷീണം പിടിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് മടിച്ചിട്ടിരിക്കും, അതുകൊണ്ട് ലേറ്റ് ആകുന്നത്. അതിൻ്റെ പുറം തന്നെ ഞാൻ എവിടെ പോന്നോ അതിൻ്റെ വയ്ക്കുന്നേ ഈ പൂച്ചയെ ഉറങ്ങും കേട്ടോ, വയ്ക്കുന്നേ നടക്കും. അപ്പോൾ ഞാൻ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ നേരത്തെ അകത്ത് കൊണ്ടുപോയി വെക്കാം എന്ന് വിചാരിച്ചു. നല്ല മഴക്കാറ് കാണുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അകത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് ഇതേ മിറ്റം നോക്കി നിൽക്കുന്നു, വാങ്ങ് കൊടുക്കുന്നതും കാത്ത് നിൽക്കുകയെന്ന്. കിടക്കാനൊന്നും സമയമില്ല, കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പിന്നെ പാടായിരിക്കും. അതുകൊണ്ട് ചോദിച്ചു കിടക്കണ്ട, ഞാൻ വാങ്ങ് കൊടുക്കുന്നതും കേട്ട് നിൽക്കാം. ഞാൻ അതിനിടയിൽ കുറച്ച് ദിക്ർ സ്ഥലത്തും അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാനിങ്ങനെ അകത്ത് കയറുന്നതനുസരിച്ചിട്ട് ആ പൂച്ചയും കയറും, പേടിയാണ്. ഇവിടെ അപ്പുറം ഇപ്പുറമെല്ലാം 2-3 കരിമ്പൂച്ചകളുണ്ട്, അതെല്ലാം ഇതിനെ മാന്തും, അതിന് പേടി മുറ്റത്തിറങ്ങാനൊക്കെ. ബാങ്ക് കൊടുക്കാനൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ട് ടേബിൾ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 6:35 അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ടേബിൾ മേലെ വെക്കാം കേട്ടോ. നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് എൻ്റെ മോന് തോന്നിയതൊരു, മോന് മാത്രമല്ല ഞാനായാലും ക്യാരംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കുന്ന പോലെ കളിക്കണ്ടെന്ന് വെച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ സമയത്തേ വെക്കുള്ളൂ. അതെല്ലാം ടേബിൾ മേൽ വെച്ചിട്ടുണ്ട്. ഞാനും മോനും ബാങ്ക് കൊടുക്കുന്നതിന് കാത്ത് നിൽക്കാൻ 5 മിനിറ്റേ ഉള്ളൂ. നോമ്പും തുറന്നു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞൊരൊറ്റ പോലെ, ഞാനായാലും മക്കളായാലും ഒക്കെ. നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് ഓത്തെല്ലാം കഴിഞ്ഞിട്ട് മോൻ കിടന്നു.
ഞാനും അങ്ങനെ കിടക്കാൻ പോവും. പിന്നെ ഒന്നും ഭക്ഷണമൊന്നും കുട്ടികൾക്കൊന്നും വേണ്ട, ഈ കടികൾ മാത്രമേ കഴിക്കുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുൽമാലയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ട്ടാ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.